മുനമ്പത്തുകാർ നിയമ പോരാട്ടം തുടരേണ്ടിവരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവന ആയുധമാക്കി LDFും UDFും. BJP RSS നാടകം പൊളിഞ്ഞെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. നിയമം പാസായതോടെ മുനമ്പത്തെ ജനങ്ങളെ BJPക്ക് ആവശ്യമില്ലാതായെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമും ആരോപിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ മുനമ്പത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് സീറോ മലബാർ സഭയും ആരോപിച്ചു. ഭൂമി പ്രശ്നത്തിന് പരിഹാരം കാണാൻ മുനമ്പത്തുകാർ നിയമപോരാട്ടം തുടരേണ്ടിവരുമെന്നായിരുന്നു മുനമ്പത്തെത്തിയ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ വാക്കുകൾ. ഇത് ആയുധമാക്കുകയാണ് UDFും LDFും. കേന്ദ്ര സർക്കാർ മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചുവെന്നാണ് ഇരുവരുടെയും വിമർശനം. RSS BJP നാടകം പൊളിഞ്ഞെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. BJP ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയുള്ള ക്രിസ്തീയ ജനവിഭാഗം, അങ്ങനെ ഒരു വിഭാഗത്തെ രൂപപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ വഖഫ് ബില്ല് തയ്യാറായി കഴിഞ്ഞതിന് ശേഷം ഓർഗനൈസർ തന്നെ കൃത്യമായിട്ട് അവതരിപ്പിച്ച അവരുടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ സ്വത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്ത് പള്ളിക്കാണുള്ളത് എന്നാണ്. കേന്ദ്ര സർക്കാരും BJPയും മുനമ്പത്തുകാരെ വഞ്ചിച്ചെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇപ്പോൾ പാസാക്കിയ നിയമത്തിന്റെ ഏതു വകുപ്പാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതെന്ന് BJP മറുപടി പറയണം. ആരാണ് അവർക്ക് ഉറപ്പ് നൽകിയത്? ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ നിവാസികൾക്ക് സംരക്ഷണം കിട്ടുമെന്ന് അവരെ ധരിപ്പിച്ചത് BJP അല്ലേ? ഇപ്പോൾ പാസാക്കിയുള്ള നിയമത്തിലെ ഏത് വകുപ്പാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത്? അത് ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. മുനമ്പത്തുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു BJP എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. സാമുദായിക ധ്രുവീകരണം സൃഷ്ടിച്ച് വേരുപിടിക്കാനായിരുന്നു അവരുടെ ശ്രമമെന്നും സലാം ആരോപിച്ചു. ഈ ആളുകളൊക്കെ പാലം കടക്കോളൂ നാരായണ, പാലം കടന്ന കൂരായണ എന്നോ, അവർ നിയമം പാസ്സായി കഴിഞ്ഞു, ഇനി അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഈ ആളുകളന്ന് തെറ്റിദ്ധരിപ്പിച്ചു. മുനമ്പത്തെ ജനങ്ങൾക്ക് ഭൂമി കിട്ടാൻ വേണ്ടിയാണ് ഈ നിയമം എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുനമ്പത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് BJP ചെയ്തത്. ഒരു കൂട്ടർ മുനമ്പത്തെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചുവെന്നും മറ്റൊരു കൂട്ടർ ചതിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇവിടെ തീർക്കാനുണ്ടായിരുന്ന ഒരു അവസരം അതിനെ പുറകിൽ നിന്ന് കുത്തി ചതിച്ചത് സംസ്ഥാന ഗവൺമെന്റാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വഖഫ് നിയമം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നിപ്പോ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഒരു കൂട്ടര് പറഞ്ഞു പറ്റിച്ചു, ഒരു കൂട്ടര് ചതിച്ചു. അതേസമയം പ്രശ്നപരിഹാരം നീളുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് സിറോ മലബാർ സഭയും രംഗത്തെത്തി. പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകാത്തതിൽ ആശങ്കയുണ്ടെന്ന് സിറോ മലബാർ സഭ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.